പ്രഖ്യാപനമാണ്. ഹൈസ്കൂൾ തലത്തിൽ നടന്ന സംഘഗാന മത്സരത്തിൻ്റെ ഫലപ്രഖ്യാപനത്തിനായി ജഡ്ജിംഗ് പാനലിൽ നിന്നുള്ള അധ്യാപകനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ വേദിയിൽ ഇപ്പോൾ നടന്ന സംഘഗാന മത്സരത്തിൻ്റെ റിസൾട്ടാണ്. ഞങ്ങൾക്ക് തന്ന നിർദ്ദേശം അനുസരിച്ച് ബ്രീഫായിട്ട് എല്ലാം ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും നമ്മുടെ കർത്തവ്യത്തിൻ്റെ ഭാഗമായി ഒന്ന് രണ്ട് എളിയ നിർദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് റിസൾട്ടിലേക്ക് കടക്കാം. എല്ലാവർക്കും തന്നെ ആദ്യമായി തന്നെ എല്ലാ കുഞ്ഞുമക്കൾക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അവർക്കൊരു വലിയ കൈ കൊടുക്കാം. എല്ലാവരും എഫേർട്ട് എടുത്ത് വളരെ യൂണിഫോമിലും എല്ലാം പ്രിപ്പയർ ചെയ്ത് വന്ന് പങ്കെടുത്തിട്ടുണ്ട്. നല്ലവണ്ണം എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാ ടീമിലും മികച്ച സിംഗേഴ്സാണുള്ളത്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. എല്ലാ ടീമിലും നല്ല സിംഗേഴ്സാണുള്ളത്. ഇത്തരത്തിൽ ജില്ലാ കലോത്സവത്തെ സംബന്ധിച്ച് പ്രധാനമായും നമ്മൾ ശ്രമിക്കേണ്ടത്, കാരണം എല്ലാവരും പാടി എല്ലാവർക്കും പ്രൈസ് അല്ലെങ്കിൽ സ്ഥാനങ്ങൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും ഉണ്ട്. നമ്മൾ പാടിയ എല്ലാം കറക്റ്റാണെന്നുള്ള ധാരണയുണ്ട്. ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമായി ഞങ്ങൾക്കത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിർദ്ദേശം തന്നിട്ട് പോകണമെന്നുള്ളതാണ്. കാരണം ഇനിയും നിങ്ങൾക്ക് ആ മിസ്റ്റേക്സ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ഇത് ഇൻസൾട്ടായിട്ടോ അല്ലെങ്കിൽ കുറവായിട്ടോ ഒന്നും ദയവ് ചെയ്ത് ആരും കാണുന്നത്. കാരണം ഒന്ന്, ഗ്രൂപ്പ് സിംഗിങ്ങിനെ സംബന്ധിച്ച് മ്യൂസിക് ഇവിടുത്തെ നമുക്ക് അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ എല്ലാവർക്കും എല്ലാം അറിയാം. ശ്രുതി, താളം, ഭാവം, ശാരീരം, സാഹിത്യശുദ്ധി. പിന്നെ ഗ്രൂപ്പ് സിംഗിങ് വരുമ്പോൾ വോയിസ് കോർഡിനേഷൻ, വോയിസ് കോമ്പിനേഷൻ, വോയിസ് സിങ്ക്രണൈസേഷൻ, ഹാർമണി, ഇതെല്ലാം വരും. അപ്പോൾ ഇതെല്ലാ എലമെൻറ്റും ചേർന്നാണ് ഗ്രൂപ്പ് സിംഗിങ് സംബന്ധിച്ച്. അപ്പോൾ എല്ലാവരും ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഗ്രൂപ്പ് സോങ് പാടുമ്പോൾ ഒരേ ഈണത്തിന് ഒരേ താളത്തിന് ഇങ്ങനെ പാടിപ്പോകുന്നതിനേക്കാളുപരി 7 പേര് 7 സൗണ്ടിങ് ഉണ്ട്. 7 വ്യക്തികളാണ് നിൽക്കുന്നത്. അപ്പോൾ 7 പേരുടെ വോയിസസ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഒരു ഗൈഡൻസ് എടുക്കണം. അതൊന്ന്. അതായത് ഇതിപ്പോൾ മിക്കവാറും പാട്ടുകാർ ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് ഒരേ രീതിയിൽ പാടി എല്ലാവരും ചേർന്ന് പാടി ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെയല്ല വേണ്ടത്. ഇതിനകത്ത് തന്നെ നമുക്ക് എലമെൻ്റ് ഉണ്ട്. നമുക്ക് സ്റ്റൈൽ ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മ്യൂസിക് ആഡ് ചെയ്യാം. ഇപ്പം ലൈറ്റ് മ്യൂസിക് ആഡ് ചെയ്യാം, ക്ലാസിക്കൽ ആഡ് ചെയ്യാം, സെമി ക്ലാസിക്കൽ ആഡ് ചെയ്യാം, ഫോക്ക് ആഡ് ചെയ്യാം, എല്ലാം ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിംഗ് വോയിസ്, കൗണ്ടർ വോയിസ്, റിപ്പീറ്റിംഗ് വോയിസ്, ഹാർമണി, ഇതെല്ലാം ചേർന്നുകൊണ്ട് കണ്ടന്റ് നമ്മൾ ഉണ്ടാവണം ഒരു ഗ്രൂപ്പ് സോങ്ങിനെ സംബന്ധിച്ച്. പിന്നെ സൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ സാമാന്യം നല്ല സൗണ്ട് സിസ്റ്റം ഒക്കെ ഉണ്ട്. കേൾക്കുന്ന രീതിയിൽ നമ്മൾ തന്നെ സൗണ്ടിങ് ബാലൻസ് ചെയ്ത് കൊണ്ടുവരണം. നമ്മുടെ വോയിസസ് ഇപ്പം നമുക്ക് പല രീതിയിൽ പാടാൻ പറ്റും. ഫുൾ ത്രോട്ടിൽ പാടാൻ പറ്റും, ചെസ്റ്റ് വോയിസ് പാടാം, ഹെഡ് വോയിസ് പാടാം, ഹസ്കിയിൽ പാടാം, ഫീബിളായിട്ട് പാടാം, ഫോൾസറ്റോ പാടാം. ഇങ്ങനെ സൗണ്ടിങ് പല രീതിയിലാണ്. അത് തന്നെ മക്കളെ ഇങ്ങോട്ട് നോക്കുക. നിങ്ങൾ ഇവിടെ വന്ന് ഓരോന്ന് ഇങ്ങനെ തെറ്റുകൾ കാണിക്കുമ്പോൾ ഞങ്ങൾ പോലുള്ളവർ ചിലപ്പം നിസ്സഹായരായിട്ട് ഇവിടെ മാർക്ക് കുറയ്ക്കേണ്ടി വരും. ഇവിടെ ഇപ്പോൾ നമ്മൾ മാക്സിമം മാർക്ക് കൂട്ടിയിട്ടുണ്ട്. കാരണം നിങ്ങളുടെ പെർഫോമൻസിൻ്റെ രീതിയിലല്ല, നിങ്ങൾക്ക് തരുന്ന പ്രോത്സാഹനം പ്രത്യേക നിർദ്ദേശമാണ്. നമ്മുടെ സർക്കാർ നമുക്ക് കുട്ടികൾക്ക് ഏറ്റവും അവരെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള ഒരു ഇതിനാണ് നമ്മുടെ സംഘാടകർ നിർദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണമെന്ന് രാവിലെ തന്നെ നമുക്ക് നിർദ്ദേശമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സാമാന്യ ഭേദപ്പെട്ട ഗ്രേഡുകളാണ് നൽകുന്നത്. പക്ഷേ ഒരു ജില്ലാതല മത്സരത്തിനെ സംബന്ധിച്ച് ഇത് പോരാ. എല്ലാം നമ്മൾ പറയുകയാണെങ്കിൽ പിന്നെ അവിടെ നിന്ന് പറയാം. കാരണം എല്ലാവർക്കും കഴിവുണ്ട്. മറ്റുള്ള എല്ലാ കാര്യങ്ങൾ പോലെ തന്നെയാണ് ടെക്നിക്കാലിറ്റി ഇതിനകത്തുണ്ട്, സാങ്കേതികത്വമുണ്ട്. ഓരോ ന്യൂയാൻസസും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് നമ്മൾ ഒരു ട്രെയിനറിനെ വെച്ച് തന്നെ, ഒരു സംഗീത അധ്യാപകൻ്റെ കീഴിൽ തന്നെ പഠിച്ച് യൂട്യൂബിൽ പഠിക്കുന്നതിനേക്കാളുപരി സംഗീത അധ്യാപകൻ്റെ കീഴിൽ തന്നെ അത് ഈ ജില്ലാതല മത്സരത്തിൽ, നമുക്ക് സ്കൂളിലൊക്കെ അങ്ങനെ ആവാം, സബ് ജില്ല വരെ ആവാം, പക്ഷെ ഇത് ജില്ലയാണ്, അത് സ്റ്റേറ്റിലാണ് പോകുന്നത്. ജില്ലാതല മത്സരത്തിൽ ഇത്രയും വലിയൊരു വേദിയിൽ വരുമ്പോൾ
പാടാൻ കഴിവുള്ള ഇത്രയും നിങ്ങൾ നല്ല മക്കളെല്ലാവരും ഒന്നുകൂടി അത് ഫൈൻ ട്യൂണിങ്ങിൽ ഇവിടെ വന്ന് പാടണം. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന മിസ്റ്റേക്സ്. സംഗതികൾ പാടുമ്പോഴും ഗ്രൂപ്പ് സിംഗ്സും പാടുമ്പോൾ എല്ലാം ക്ലാഷാണ്. സംഗതി പാടുന്നുണ്ട്, നമുക്കറിയാം നിങ്ങൾ സംഗതി പാടുന്നുണ്ട്, പക്ഷേ അത് ഒരു കോണ്ടൈസ് മാറുമ്പോൾ സംഗതി ക്ലാഷായി മാറും. അപ്പോൾ അതുപോലെ തന്നെയാണ് താളങ്ങൾ, അതുപോലെയാണ് സ്വരവും. അപ്പോൾ ഇതെല്ലാമാണ് ഞാൻ എല്ലാം റിവീൽ ചെയ്യുന്നില്ല. ഇത്രയും ഒരു എളിയ നിർദ്ദേശമായി നിങ്ങൾ സ്വീകരിക്കണം. അടുത്ത വർഷം വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ട്രെയിനിങ് വേണം. അങ്ങനെ വന്ന് പെർഫോം ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് റിസൾട്ടിലേക്ക് കിടക്കുന്നു. തേർഡ് പ്ലേസ് കോഡ് നമ്പർ 105 കൈയ്യടി കൊടുക്കാം. സെക്കൻഡ് പ്ലേസ് കോഡ് നമ്പർ 106. അടുത്ത സ്റ്റേറ്റ് കലോത്സവത്തിലേക്ക് ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കോഡ് നമ്പർ 101. പിന്നെ പങ്കെടുത്ത എല്ലാവർക്കും തന്നെ ഞങ്ങൾ എ ഗ്രേഡ് നൽകിയിട്ടുണ്ട്. ഞാനേ വണ്ടി എടുത്തോട്ടെ.